വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ ബൈ രശ്മി. എല്ലാ കൂട്ടുകാർക്കും ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ ബൈ രശ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് നോൺ വെജുകാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചില്ലി ബീഫാണ്. അത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ഞാൻ ഈ മെത്തേഡ് ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പ്രിപ്പറേഷനിൽ എനിക്കിവിടെ കൂടുതലായിട്ടും നിങ്ങൾക്ക് മുന്നിൽ കാണിക്കേണ്ടി വരിക കുക്കിംഗ് ടൈമിനേക്കാൾ കൂടുതലും ചോപ്പിംഗ് ടൈം ആയിരിക്കും. അത് ഈ റെസിപ്പി അങ്ങനെ ആയതുകൊണ്ടാണ്. പക്ഷേ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിനേക്കാൾ ഒരു പടി മേലെ ടേസ്റ്റ് ആയിരിക്കും ഇതിനുണ്ടാവുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 350 ഗ്രാം മീറ്റാണ്. അതും ബിരിയാണി കട്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന വലിയ പീസുകളാക്കിയിട്ടുള്ള ഇറച്ചിയാണ് കേട്ടോ, പോത്തിറച്ചി. അപ്പോൾ ഇത്രയും വലിപ്പത്തിലുള്ള പീസുകൾ തന്നെ വാങ്ങിക്കുക. കാരണം ഇത് കുക്കറിലിട്ട് വേവിച്ച ശേഷമാണ് നമ്മളിത് നൈസായിട്ട് സ്ലൈസ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ വലിയ പീസുകളായിട്ട് തന്നെ വാങ്ങിക്കാം. ഇതിനേക്കാൾ വലിയ പീസുകളാണെന്ന് പറഞ്ഞാൽ വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാവും. ചെറിയ കഷ്ണങ്ങളായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ നൈസായിട്ട് പരന്ന കഷ്ണങ്ങളാക്കി വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാനും പറ്റില്ല. ഇനി ഒരു ചെറിയ കുക്കർ എടുക്കുക. അതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഈ ഇറച്ചി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളക് പൊടിയാണെങ്കിൽ അത്രയും നല്ലതാണ്. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഓരോരുത്തരുടെ ആവശ്യത്തിന് ചേർക്കാം, എന്നാലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോയാ സോസ് ചേരുന്നത് കൊണ്ട് തന്നെ ഇതിൽ വളരെ ശ്രദ്ധിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. ഇത്രയും ഇറച്ചിയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കറക്റ്റായിരിക്കും. ഉപ്പ് നന്നായിട്ട് പിടിച്ച് കിട്ടേണ്ടതുണ്ട്, ഓവർ ആവുകയും ചെയ്യരുത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇറച്ചിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടെ. കുരുമുളക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ കൂടി ചേർക്കാം, എരിവ് അധികം ആവശ്യമുള്ളവർക്ക്. ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്താൽ മതി. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേകുന്നതിന് വേണ്ടിയിട്ടാണ് ഇറച്ചി. അത് തന്നെയല്ല, നമുക്കിതിൻ്റെ വെള്ളം ആവശ്യമുണ്ട് വെന്ത് കഴിഞ്ഞ ശേഷം. ഇനി ഈ കുക്കർ അടപ്പത്ത് വെച്ച ശേഷം മൂടിയിട്ട് അടച്ച് 20 മിനിറ്റ് സമയം കുക്ക് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമായ പ്രധാന പച്ചക്കറികളാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. 3 സ്പ്രിംഗ് ഓണിയൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3 സെലറി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സവാള 2 വേണം. 1 പകുതി മതിയാവും. ഈ സവാളയുടെ പകുതിയാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. എനിക്ക് ചെറിയ സവാള ഇല്ലാത്തതുകൊണ്ട് എടുത്ത് വെച്ചെന്നുള്ളൂ. ഇതിൻ്റെ പകുതി മാത്രം മതിയാവും. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് വയ്ക്കണം. ഇത്രയും. കുറച്ചൊരു വെളുത്തുള്ളി കൂടി എടുത്ത് വയ്ക്കാം. 2-3 പച്ചമുളക് കൂടി എടുത്ത് വയ്ക്കേണ്ടതുണ്ട്. പിന്നെ ഈ സവാള ഉണ്ടല്ലോ, ഈ ഒരു സവാളയും ഈ ഒരു ക്യാപ്സിക്കവും ഇത് വേറൊരു തരത്തിൽ കട്ട് ചെയ്യേണ്ടതാണ്. ഇത് ഇത്രയും തന്നെ വേണ്ടി വരും. ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കാം. ഇതിലുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ആ പകുതി സവാള എന്ന് പറഞ്ഞില്ലേ, ഇതെല്ലാം വളരെ ചെറിയ കഷ്ണങ്ങളാക്കി, അതായത് പുളിയിഞ്ചിക്കൊക്കെ മുറിക്കുന്ന പോലെ ഇഞ്ചി മുറിക്കണം. ചെറിയ ക്യൂബ്സായിട്ട്, ടൈനി ക്യൂബ്സ് അങ്ങനെ ആക്കിയെടുക്കുക. എത്ര ചെറുതാക്കുക അത്രയും ചെറുത് അങ്ങനെ മുറിച്ചെടുക്കണം. ഇത് 3 കൂട്ടവും. ഇതാ കണ്ടോ, ഇത്രയും ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും മെഷീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതിയാകും. വെളുത്തുള്ളിയും അതുപോലെ തന്നെ പൊടിയായിട്ട് മുറിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഈ മുറിച്ച് വയ്ക്കുന്നത് ഏകദേശം ഒരു കണക്കിലാണ് മുറിക്കുക. ഇടുമ്പോൾ ഞാൻ ഇതിൻ്റെ അളവ് പറയാം. അപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് അളവ് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. സവാള എന്തായാലും ഇത്രയും മതി, പകുതി മതി. അതും സവാളയും ഇതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. ഇപ്പോൾ ഇറച്ചി അവിടെ കുക്കറിൽ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. 20 മിനിറ്റ് സമയം കുക്കിംഗ് ടൈമാണ് അതിന് കൊടുത്തിട്ടുള്ളത്. കറക്റ്റായിട്ടുള്ള വേവായിരിക്കും കിട്ടുക. ആ സമയത്താണ് നമുക്ക് ഈ വെജിറ്റബിൾ എല്ലാം ഇതുപോലെ ചോപ്പ് ചെയ്തെല്ലാം റെഡിയാക്കി വയ്ക്കാം. പിന്നെ അത് മസാലയിലേക്ക് റെഡിയാക്കാനുള്ളത് അതും ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോഴേക്ക് ഇറച്ചി വെന്ത് തണുത്ത് വന്നിട്ടുണ്ടാവും. പച്ചമുളക് ഞാൻ 3 എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എരിവ് എനിക്ക് അറിയില്ലായിരുന്നു. ഇത് ആക്ച്വലി ഇതിൻ്റെ എരിവ് നല്ല എരിവുണ്ട്. അപ്പം എന്തായാലും ഇതിൻ്റെ പകുതി മാത്രം എടുത്താൽ മതിയാവും. നിങ്ങളും എരിവ് നോക്കിയിട്ട് എടുത്താൽ മതി. എന്തായാലും പച്ചമുളക് ചേർക്കേണ്ടതുണ്ട്. എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും കേട്ടോ.
ഇനി ഈ ക്യാപ്സിക്കവും സവാളയും നല്ല വലിയ സ്ക്വയർ പീസുകളായിട്ട് മുറിച്ചെടുക്കാനുണ്ട്. ക്യാപ്സിക്കത്തിനകത്തുള്ള ഈ സീഡൊക്കെ എടുത്ത് മാറ്റാട്ടോ. എന്നാലാണ് നമുക്കത് നല്ല കറക്റ്റായിട്ട് സ്ക്വയറിൽ ഇതിൻ്റെ സ്കിന്നാണ് നമുക്കിതിൻ്റെ ആവശ്യമുള്ളൂ, നന്നായിട്ട് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സവാളയും നല്ല വലിയ സ്ക്വയറായിട്ട് മുറിച്ചെടുക്കുക. ആദ്യം തന്നെ ഈ ഭാഗം മുറിച്ച് കളയണം കേട്ടോ. എന്നാൽ മാത്രമാണ് കറിയിലേക്ക് ഇടുമ്പോൾ ഇതളിതളായിട്ട് ഇങ്ങനെ അടർന്ന് വരേണ്ടതുണ്ട്. അങ്ങനെ വരണമെങ്കിൽ ഇത് മുറിച്ച് മാറ്റണം ഈ പാർട്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ നീണ്ടിരിക്കുന്ന ഭാഗമില്ലേ, ഇതൊക്കെ അങ്ങനെ മുറിച്ച് മാറ്റുക. അപ്പോഴായിരിക്കും നമുക്ക് നല്ല കറക്റ്റായിട്ട് സ്ക്വയറായിട്ട് മുറിഞ്ഞ് കിട്ടുക. ഇതാക്കണ്ടോ, ഇതേപോലെ ഓരോ പെറ്റലായിട്ട് ഇതിന് അടർന്ന് വരും. അതേ വിധത്തിൽ മുറിച്ചെടുക്കാം. ഇനി ഈ സ്പ്രിംഗ് ഓണിയൻ്റെ ഈ ഭാഗം മുറിച്ച് മാറ്റുക. എന്നിട്ടിത് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കുക. ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ചോപ്പിംഗ് ടൈം കുറച്ചുണ്ടാവുമെന്ന്. അത്രയും കാര്യങ്ങൾ ഇവിടെ ചോപ്പ് ചെയ്യാനുണ്ട്. പക്ഷേ ടൈമൊന്നും നമുക്ക് പോകുന്നില്ല. അവിടെ കുക്കറിൽ അത് വെന്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ സെലറിയുടെ ലീവ്സ് മാത്രം എടുത്തിട്ട് ഇതും നല്ല പൊടി പോലെ ആയിട്ട് മുറിച്ചെടുക്കുക. ഇതുപോലെ പൂവ് മുറിച്ചതുപോലെ ഉണ്ട്, അടർന്നടർന്ന് ഇങ്ങനെ വീഴുക. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ബീഫ് നന്നായിട്ട് കുക്കായി കഴിഞ്ഞു. അപ്പോൾ ഇതെടുത്തിട്ട് നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. നൈസായിട്ട് നല്ല പരന്ന കഷ്ണങ്ങളാക്കി കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കേണ്ടതുണ്ട്. നല്ല ചൂടുണ്ട്, അതാണ് ഞാൻ ഫോർക്കൊക്കെ പിടിച്ചിട്ട് ചെയ്യുന്നത്. പിന്നെ കുക്കായ ഫുഡല്ലേ, അപ്പോൾ ടച്ച് ചെയ്യാതിരിക്കുകയാണ് കൂടുതലും നല്ലത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കത്തിക്ക് അത്രയ്ക്കും മൂർച്ചയില്ല കേട്ടോ. നല്ല മൂർച്ചയുള്ള കത്തി വെച്ചിട്ടാണ് ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഏറ്റവും തിന്നായിട്ട് ഒട്ടും പൊട്ടാതെ നന്നായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പിന്നാലെ തന്നെ വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തത് ഒരു ടേബിൾ സ്പൂണാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയ്ക്ക് അളവിലാണ് വേണ്ടത്. ഇത് നന്നായിട്ടൊന്നും മൊരിയിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ചെയ്യാവുന്നതാണ്. അതിലേക്ക് അര സവാള പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് 3 കൂടി ചേർത്തിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക. ഇത്രയ്ക്കൊക്കെ മൊരിച്ചെടുക്കണം കേട്ടോ. ഇത് അങ്ങനെ ആയിക്കഴിയുമ്പോഴേക്കും വലുതായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള സ്ക്വയറായിട്ട് മുറിച്ചിട്ടുള്ള സവാളയും ക്യാപ്സിക്കവും ഇല്ലേ, അതിട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിം വയ്ക്കുക. ഒരുപാട് കുക്ക് ചെയ്യണ്ട. ഈ സവാളയുടെയും ക്യാപ്സിക്കത്തിൻ്റെയും ക്രിസ്പിനെസ് മാറാതെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുക. അത്രേ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് പച്ചമുളക് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നൈസായിട്ട്, അത് ചേർത്ത് കൊടുക്കുക. ഞാൻ പകുതിയെ ചേർക്കുന്നുള്ളൂ കേട്ടോ. നല്ല എരിവുണ്ട്, അപ്പോൾ പകുതിയെ ഞാൻ ചേർക്കുന്നുള്ളേ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചൂടാക്കുക എന്നുള്ളതാണ്. അതിലേക്ക് സെലറി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ പകുതി ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. പകുതി മാറ്റി വയ്ക്കണം. ഇനി ഈ വെജിറ്റബിളിലേക്ക് ഉപ്പിട്ടിട്ടില്ലല്ലോ, അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. ഇറച്ചിയിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ പച്ചക്കറികളിലേക്കാണ് ഇപ്പോൾ ചേർക്കുന്നത്. കൂടാതെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സ് ആക്കിയ ശേഷം സോസുകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. 2 തൊട്ട് 2.5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. അത് റെക്കോർഡായില്ല, ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതായി ബ്ലാക്ക് കളറിൽ കിടക്കുന്നതാണ്.
ഇതാ കണ്ടോ, സോയാ സോസും ഗ്രീൻ ചില്ലി സോസും ഓരോ ടേബിൾ സ്പൂൺ മതിയാകും. ടൊമാറ്റോ സോസ് കുറച്ച് അധികം ചേർക്കുക. ടൊമാറ്റോ കെച്ചപ്പ് ഒന്നും ചേർക്കരുത്, ടൊമാറ്റോ സോസ് തന്നെ ചേർക്കുക. എന്നിട്ട് ഈ സോസും പച്ചക്കറികളും എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിം വയ്ക്കുക. അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഇറച്ചി കഷ്ണങ്ങളുണ്ടല്ലോ അതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. ഇപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത്. നമ്മൾ ഈ ഇറച്ചി വേവിക്കാൻ വേണ്ടി കുക്കറിൽ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ബീഫ് സ്റ്റോക്ക് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും ബീഫ് വെന്ത വെള്ളം. അത് കളയാതെ വയ്ക്കുക. അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ബീഫ് സ്റ്റോക്കും ഈ വെജിറ്റബിളും ബീഫും എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നാലും നമുക്കിതിനൊരു ഗ്രേവി, ഒരു ലിക്വിഡിറ്റി ഇല്ല. ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ എടുക്കുക. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇടുക. അതിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ലിക്വിഡൈസ് ചെയ്തെടുക്കുക. കട്ട കെട്ടാതെ കിട്ടാം, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു വാട്ടർ കൺസിസ്റ്റൻസി കൂട്ടാനും ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്തു എന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റോ മണമോ ഗുണമോ ഒന്നും തന്നെ ഇല്ല. ടേസ്റ്റ് ഒട്ടും മാറുന്നുമില്ല. നമുക്ക് ഗ്രേവി ഒന്ന് തിക്കായി കിട്ടുകയും ചെയ്യും, കുറച്ച് ചാറുള്ള പോലെ ലിക്വിഡായിട്ട് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ കുറച്ചുകൂടി തിളച്ച വെള്ളം ചേർക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ചില്ലി ബീഫ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് കുറച്ച് ഡ്രൈ ആണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു കഞ്ഞിവെള്ളം പോലെയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് 2-3 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കോൺഫ്ലവർ ഈ ഒരു ടേബിൾ സ്പൂൺ തന്നെ മതി. ഓവറായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കട്ടായി പോവും, ഭയങ്കര തിക്കായി പോവും. അത് ചെയ്യരുത്. 1 ടേബിൾ സ്പൂൺ മതി ഈ ഒരു അളവിലേക്ക്. ഞാനിപ്പോൾ കലക്കി വെച്ചതെല്ലാം തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. വാട്ടർ കൺസിസ്റ്റൻസി അത്രയ്ക്ക് വേണം. ഏകദേശം ഒരു കഷ്ണങ്ങളും വെള്ളവും ഏകദേശം ഒരു ഈക്വലി നിൽക്കണം. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി വരേണ്ടത്. ഇത്രയ്ക്ക് ഉണ്ടാവണം, ഇങ്ങനെ ആയിരിക്കണം കേട്ടോ ഉണ്ടാവേണ്ടത്. പിന്നെ ഇപ്പം നമ്മൾ സെലറി മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം പകുതി ഉണ്ടായിരുന്നത് അത് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ സമയത്ത്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് ഇതിനകത്ത് ബ്ലെൻഡായിട്ട് കിട്ടും. ഫ്രഷ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. കാര്യം ഇനിയിപ്പോൾ തീ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഡ്രൈ ആയി പോകും. ഇതിപ്പോൾ കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ല ടേസ്റ്റി സ്മെല്ലാട്ടോ വരുന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ ബീഫ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്, കറക്റ്റാണ് വെന്തിട്ടുള്ളത്. 20 മിനിറ്റ് വയ്ക്കുമ്പോൾ നല്ലതായിട്ട് സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്, ഒട്ടും ഉടഞ്ഞും പോയിട്ടില്ല. ഇനിയൊരു സെർവിങ് പ്ലേറ്റ് എടുത്തിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ചില്ലി ബീഫ് അങ്ങോട്ട് വിളമ്പി കൊടുക്കുക. ഇതുപോലെ തന്നെ വിളമ്പണം കേട്ടോ, അതായത് ആവി വറക്കുന്ന ചൂടിൽ. അതാട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയണത്. പിന്നെ ഇതിൻ്റെ സ്മെല്ല് അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് നല്ല പ്യുവർ ചില്ലി ബീഫിൻ്റെ സ്മെല്ല് ഇവിടെ അങ്ങ് തകർക്കുകയാണ്. പിന്നെ ടേസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, തകർപ്പൻ ടേസ്റ്റാണ്, പറയാൻ പറ്റില്ല അത്രയ്ക്കും. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യാണ്ട് പോവരുത്. ഒരിക്കലെങ്കിലും ഈ റെസിപ്പി വെച്ചിട്ട് ഒന്ന് ചെയ്യണം, അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിലേക്ക് ഞാൻ കുറച്ച് സെസമൻ സീഡ്സ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുകയാണേ. ഇത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും, പിന്നെ കുറച്ച് ടേസ്റ്റും ഉണ്ടാവും. ആക്ച്വലി ഇത് ടേസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ, ആദ്യം എനിക്ക് തോന്നിയത് കുറച്ച് ഫ്രൈഡ് റൈസ് കിട്ടിയിരുന്നെങ്കിലെന്ന് തോന്നിച്ചു. കറക്റ്റായിട്ട് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ അത്രയ്ക്ക് സ്യൂട്ടായിട്ടുള്ളൊരു ടേസ്റ്റ് ആട്ടോ. പിന്നെ ചപ്പാത്തിയുടെ കൂടെയും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. മലയാളി പൊറോട്ട ഉണ്ടല്ലോ, അതിനും കൂടെ നന്നായിരിക്കും. അത്തരം കാര്യങ്ങളായിട്ടൊക്കെ ഇത് നന്നായിട്ട് സ്യൂട്ടായിട്ട് പോകും കേട്ടോ. നെക്സ്റ്റ് വീഡിയോ വരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും. അതായത് കൊച്ചിക്കാർക്ക് സ്വന്തമായിട്ടുള്ള സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എത്ര കഴിച്ചാലും മതി വരാത്ത
അത്രയ്ക്ക് സ്വാദുള്ള ഒരു റെസിപ്പിയാണ്. ആരും മിസ് ചെയ്യരുത് ഈ റെസിപ്പി. ഈ ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കുന്ന രീതി നിങ്ങൾ കാണുമ്പോൾ തികച്ചും നിങ്ങൾക്ക് അത്ഭുതം തോന്നും. കാരണം നിങ്ങൾ ആരും ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത രീതിയിലായിരിക്കും ഇത് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഉടനെ തന്നെ ഉണ്ടാവുന്നതാണ്. എന്തായാലും ബീഫ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടാതെ പോവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുള്ളവരെല്ലാവരും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക ഇഷ്ടമായാൽ, പിന്നെ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാൻ ആരും മറക്കല്ലേ. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി. ഇനി അടുത്ത വീഡിയോയായ കൊച്ചി സ്റ്റൈൽ ചെമ്മീൻ റോസ്റ്റ് ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.